37 സഭകളുടെ ഐക്യവേദിയെന്ന യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് സിനഡിന്റെ അവകാശവാദത്തെ തള്ളിക്കളയുകയാണ് ഇതര സംഘടനകൾ. ഇടത് സ്ഥാനാർത്ഥിക്ക് പിന്തുണ അറിയിച്ച നടപടി LDF അജണ്ടയാണെന്ന് ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറം ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് രൂപീകരിച്ച സംഘടന മാത്രമാണ് സിനഡ്. ആന്റണിയെ പിന്തുണയ്ക്കുന്നുണ്ട് ഞങ്ങൾ. 100% സത്യസന്ധമായ കാര്യമാണ്. അതിനകത്തൊരു അവ്യക്തതയില്ല. 2 മാസം മുമ്പ് ഉണ്ടാക്കിയ ഒരു സംഘടന, ആ സംഘടനയ്ക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയ അജണ്ട, LDFന്റെ ഒരു പിന്തുണയുണ്ട്. വിശ്വാസികളുടെ രാഷ്ട്രീയ നിലപാട് പറയാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ വിശദീകരിക്കുന്നു. യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് സിനഡിന്റെ നിലപാട് പ്രഖ്യാപനം കൂടിയാലോചനകൾ ഇല്ലാതെയുള്ളതാണ്. സിനഡിന്റെ നേതൃത്വത്തിലുള്ള പലരും ഇടതുമുന്നണിയിലെ ഘടകകക്ഷി പ്രതിനിധികളത്രേ. തീ പിടിക്കുമ്പോൾ വാട് വെട്ടുന്നവരുണ്ട്, ഞാഞ്ഞൂലുകൾ തലമുക്കാറുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ സഭയുടെ രാഷ്ട്രീയ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല, ഒരു സ്ഥാനാർത്ഥികൾക്കും പ്രകടമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമില്ല എന്നുള്ളത് വിശേഷാൽ ഓർപ്പിക്കുകയാണ്. മണിപ്പൂർ വിഷയത്തിൽ എതിർസ്വരം ഉയർത്താത്ത MP-യാണ് ആന്റോ ആന്റണി എന്നായിരുന്നു യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് സിനഡിന്റെ ആരോപണം. എന്നാൽ ഈ ആക്ഷേപത്തോട് പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യയും ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറവും യോജിക്കുന്നില്ല. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.